ക്ഷേത്രങ്ങളിൽ ഇനി മുതൽ നിവേദ്യത്തിലും അർച്ചനാ പ്രസാദത്തിലും അരളിപ്പൂ ഉപയോഗിക്കില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ യോഗത്തിലാണ് തീരുമാനം. പൂജയ്ക്കും അരളിപ്പൂ ഉപയോഗിക്കില്ല. അരളിപ്പൂവിൽ വിഷാംശമുണ്ടെന്ന ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. പ്രശാന്ത് കൃഷ്ണ ചേരുന്ന വിവരങ്ങൾ നൽകാൻ. പ്രശാന്ത്, കഴിഞ്ഞ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ച ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചത്. ഇന്നിപ്പോൾ എന്താണ് തീരുമാനത്തിലേക്ക് പോകുന്നത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനം ഇനി മുതൽ നിവേദ്യത്തിലും അർച്ചന പ്രസാദത്തിലും ഭക്തർക്ക് നൽകുന്ന ഈ നിവേദ്യങ്ങളിൽ ഈ അരളിപ്പൂ ഉപയോഗിക്കേണ്ട എന്നതാണ്. അതായത് നിവേദ്യത്തിലും അർച്ചന പ്രസാദത്തിലും അരളിപ്പൂ ഒഴിവാക്കും പൂർണ്ണമായും. പകരം തെറ്റിപ്പൂവും അതുപോലെ തന്നെ തുളസിപ്പൂവും ഉപയോഗിക്കാനാണ് തീരുമാനം. എന്നാൽ അരളിപ്പൂ പൂർണ്ണമായും ക്ഷേത്ര ആവശ്യങ്ങളിൽ നിന്ന് ഒഴിവാക്കില്ല. അരളിപ്പൂ ഉപയോഗിച്ചുള്ള ഹാരം ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കും. അതുപോലെ തന്നെ അരളിപ്പൂ ഉപയോഗിച്ചുള്ള പുഷ്പാഭിഷേകം പോലുള്ള ചടങ്ങുകൾ, പൂമൂടൽ പോലുള്ള ചടങ്ങുകളെല്ലാം തന്നെ നടക്കും. അതിലെല്ലാം അരളിപ്പൂവിൻ്റെ സാന്നിധ്യവും ഉണ്ടാകും. അതായത് ഭക്തജനങ്ങൾക്ക് പ്രസാദമായി, കഴിക്കുന്ന പ്രസാദമായും അതുപോലെ തന്നെ നെറ്റിയിൽ തൊടുന്ന പ്രസാദമായെല്ലാം അവരുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ അത് ശരീരത്തിനുള്ളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് അരളിപ്പൂ ഈ നിവേദ്യത്തിൽ നിന്നും അർച്ചനയിൽ നിന്നും ഒഴിവാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. നേരത്തെ കഴിഞ്ഞ ശബരിമല മുന്നൊരുക്കങ്ങൾ തീരുമാനിക്കാൻ ചേർന്ന യോഗത്തിൽ ഈ അരളിപ്പൂവിൻ്റെ വിഷയം ചർച്ചയായിരുന്നു. ആലപ്പുഴയിൽ ഒരു യുവതി ഈ അരളിപ്പൂ മരണപ്പെട്ടത് അരളിപ്പൂ ഉള്ളിൽ ചെന്നാണ് എന്ന ഒരു വാർത്തകൾ പരന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ